എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് പിന്നാലെ സർക്കാർ രൂപീകരണത്തിൽ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കാൻ സമ്മർദ്ദവുമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറായത് ഉയർത്തിക്കാട്ടി മന്ത്രിസ്ഥാനത്തേക്ക് വിലപേശാനാണ് നീക്കം. സീറ്റ് വിട്ടു നൽകാൻ തയ്യാറായത് സർക്കാർ രൂപീകരണ ചർച്ചകളിൽ ഉയർത്തിക്കാട്ടുമെന്ന് അപ്പു ജോസഫ് മീഡിയ വണിനോട് പറഞ്ഞു. 2 സീറ്റുകൾ വിട്ടു നൽകിയത് മുന്നണി ചർച്ചകൾക്കുള്ളിൽ തുറപ്പുചീട്ടായി ഉയർത്താനാണ് ജോസഫ് വിഭാഗം പദ്ധതിയിടുന്നത്. മുന്നണിയുടെ വിജയത്തിനായി ത്യാഗം സഹിച്ച കക്ഷി തങ്ങളാണ്. ഇതിനുള്ള പ്രതിഫലം ന്യായമായും സർക്കാർ രൂപീകരണത്തിൽ ലഭിക്കണം. തീർച്ചയായിട്ടും അർഹമായ പരിഗണന കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവും. അതിനകത്ത് ഒരു മാറ്റവും വരേണ്ടതില്ല. 2 സീറ്റുകൾ വിട്ടുകൊടുത്ത പാർട്ടിയും കേരള കോൺഗ്രസ് പാർട്ടിയാണ്. 2 മന്ത്രിസ്ഥാനമാണ് ജോസഫ് വിഭാഗം ലക്ഷ്യമിടുന്നത്. മോൻസ് ജോസഫിനും അപ്പു ജോസഫിനും മന്ത്രിയാകണം. മന്ത്രിസ്ഥാനം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ 2 സീറ്റ് വിട്ടുകൊടുത്തത് മുമ്പിലേക്ക് വെക്കുമോ? സ്വാഭാവികമായിട്ടും വരുമല്ലോ. കാരണം പാർട്ടി വിട്ടുവീഴ്ച ചെയ്യുകയും സീറ്റ് ചർച്ചകളിലാണെങ്കിലും തുടർന്ന് അങ്ങോട്ടുള്ള പ്രചരണ പരിപാടികളാണെങ്കിലും പാർട്ടി ഒരു നല്ല രീതിയിലുള്ള സഹകരണമാണ് UDF-ൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളോട് ജോസഫ് വിഭാഗം ഇതേവരെ പ്രതികരിച്ചിട്ടില്ല. അവസാന നിമിഷത്തിൽ VD സതീശനെ പിന്തുണയ്ക്കാനാണ് സാധ്യത. സതീശന്റെ അഭ്യർത്ഥന മാനിച്ചാണ് PJ ജോസഫ് സീറ്റുകൾ വിട്ടു നൽകാൻ തയ്യാറായതും. മീഡിയ 1 ഇടുക്കി.